Next problem നോക്കാം 14th problem. Limit x tends to 0 sin ax divided by sin bx. Then ab എന്ന് പറഞ്ഞാൽ not equal to 0. അപ്പോൾ നമുക്ക് അറിയാവുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x tends to 0 sin x by x is equal to 1 എന്ന റിസൾട്ട് അറിയാം. ദെൻ നമുക്ക് ഇവിടെ sin x അല്ല sin ax ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ sin ax divided by ax വേണം. സെയിം ടൈം ax tends to 0 എന്നും വരണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ax വെച്ചിട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യണം അല്ലേ. സോ നമുക്ക് ലിമിറ്റ് x tends to 0 sin ax ഡിവൈഡഡ് ബൈ ax ചെയ്യാം. സെയിം ടൈം ax വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്ക് 1 ബൈ സൈൻ bx ഉണ്ട് അല്ലേ. സോ ഈ bxനെ നമുക്ക് ഈ ഫോമിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതായത് സൈൻ bx ഡിവൈഡഡ് ബൈ ഒരു bx വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ഡിവൈഡ് ബൈ bx വരുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു bx വെച്ചിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലിമിറ്റ് x tends to 0 സൈൻ ax ബൈ ax ഇൻറ്റു ഇവിടെ നമുക്കൊരു axും ഇവിടെ ഒരു bxും ഉണ്ടല്ലോ, ഈ ax ഡിവൈഡ് ബൈ bx ഉണ്ടല്ലോ, അതിനെ ഒരുമിച്ച് എഴുതി. അടുത്തത് സൈൻ bx ഡിവൈഡ് ബൈ bx ഇങ്ങനെ എഴുതി. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഈ axന്റെയും bxലെയും x ക്യാൻസൽ ചെയ്യാമല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ a ബൈ b എന്ന് വന്നു. a ബൈ b എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ അതിനെ നമുക്ക് ലിമിറ്റിന് വെളിയിൽ എടുക്കാം. സോ a ബൈ b. ദെൻ ഇനി നോക്കി, നമുക്ക് ഇവിടെ x tends to 0 sin ax by ax എന്ന് പറ്റത്തില്ല. അപ്പം x tends to 0 ആണെങ്കിൽ ax ആക്കാൻ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ax tends to 0 എന്ന് കിട്ടും. ദെൻ ഇവിടെ നമുക്ക് ഏതാണ് ലിമിറ്റ് വേണ്ടത്, ഇവിടെ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ളത് x tends to 0 എന്നുള്ള ലിമിറ്റ് ആണ്. അതുപോരാ, നമുക്ക് x tends to 0 ആണെങ്കിൽ bx എന്തായിരിക്കും, bx tends to 0 ആയിരിക്കും. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, രണ്ട് സൈഡിലും b വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ ലിമിറ്റ് ax tends to 0 sin ax divided by ax into 1 by limit bx tends to 0 sin bx divided by bx. Okay, so this is equal to a by b into ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും, നമ്മൾക്ക് 1 കിട്ടും, into 1 by ഇവിടെയും നമുക്ക് ചെയ്യുമ്പോൾ 1 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു a by b എന്നുണ്ട്. സോ a by b എന്നാണ് ഇതിന്റെ ആൻസർ. സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം 15th പ്രോബ്ലം. ലിമിറ്റ് x tends to pi sin pi minus x divided by pi into pi minus x. അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്കറിയാം, ഇതാ ഇവിടെ ഒരു പൈ എക്സ്ട്രാ ആണ് അല്ലെ, അതായത് ആ പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ കോൺസ്റ്റന്റിനെ വെള്ളം എടുക്കുന്നു, 1 ബൈ പൈ എന്ന് എഴുതുന്നു. 1 ബൈ പൈ ഇൻറ്റു ബാക്കിയുള്ള ടൈമിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് എക്സ്. അപ്പൊ നോക്കിക്കേ, ഇത്രയും ടൈം സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫോമിലായില്ലേ. ഓക്കെ, ദെൻ അപ്പൊ ഇനി എന്താ നമുക്ക് ചേഞ്ച് ചെയ്യണ്ടേ, ഇവിടുത്തെ ലിമിറ്റ് ആണ് മാറ്റേണ്ടത് അല്ലെ. അപ്പൊ ലിമിറ്റ് എന്തായിരിക്കും നമുക്ക് വരേണ്ടത്, അതായത് ഈ കേസിൽ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്നായിരുന്നു. അതായത് ഇവിടെയുള്ള ടേം ടെൻസ് ടു 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണുള്ളത്, എക്സിന്റെ സ്ഥാനത്ത് പൈ മൈനസ് എക്സ് ആണ്, പൈ മൈനസ് എക്സ് ആണുള്ളത്. സോ പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 നമുക്ക് വരണം. ബട്ട് നമുക്കിവിടെ എന്താണുള്ളത്, എക്സ് ടെൻസ് ടു പൈ എന്നാണുള്ളത്. സോ നമുക്ക് എന്താക്കണം, ഈ എക്സിനെ പൈ മൈനസ് എക്സ് എന്നാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, എക്സിനെ പൈ മൈനസ് എക്സ് എന്നാക്കുമ്പോൾ നമുക്ക് 0 ടെൻസ് ടു പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് വരുമോ നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഓക്കെ, ഇവിടെ നമുക്ക് മൈനസ് എക്സ് ആണ് അല്ലെ, പൈ മൈനസ് എക്സ് എന്നാണ്. സോ ഞാൻ ഈ രണ്ട് സൈഡിലും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മൈനസ് എക്സ് ടെൻസ് ടു മൈനസ് പൈ എന്ന് കിട്ടി. ഇനി എന്താണ് വേണ്ടത്, പൈ മൈനസ് എന്നാ. സോ ഞാൻ ഒരു പൈ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സെയിം ടൈം ഇവിടെയും പൈ ആഡ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പൊ നോക്കിയാൽ നമുക്ക് ഈ സൈഡിൽ പൈ മൈനസ് എക്സ് ടെൻസ് ടു മൈനസ് പൈ പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ലോ പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന്. അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ലിമിറ്റ് പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ pi minus x. So this is equal to 1 by pi into 1. So that is equal to 1 by pi. This is the answer. Okay.
Next question, 16th question. Limit x tends to 0 cos x by pi minus 6. So, ആദ്യം എന്ത് ചെയ്യണം നമ്മൾ 0 കൊടുക്കുക അല്ലേ. അപ്പം this is equal to cos 0 divided by pi minus 0 എന്ന് വരും. അപ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ that is 1 ആണ്. Divided by pi minus 0 എന്ന് പറഞ്ഞാൽ pi ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 by pi എന്ന് കിട്ടി. So, this is the answer. 0 by 0 എന്നാണെങ്കിൽ മാത്രം നമ്മൾ വേറെ നോക്കിയാൽ പോരെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos 2x minus 1 divided by cos x minus 1. അപ്പോൾ നമ്മൾ ഇതിനൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് cos 2x അല്ലേ. അപ്പം നമുക്കിവിടെ എല്ലാം നോക്കി ഇവിടെയും കോസ് ആണ്, ഇവിടെയും കോസ് ആണ്. അപ്പം നമുക്ക് ഇൻ ടേംസ് ഓഫ് കോസിൽ എന്താണ് റിസൾട്ട് ഉള്ളത് നോക്കാം. ദാറ്റ് ഈസ് cos 2x is equal to 2 cos square x minus 1. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു റിസൾട്ട് എഴുതി വെച്ച് നിങ്ങൾക്ക് അര മാർക്ക് കിട്ടും കേട്ടോ. സോ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും പറയുന്നത്. സോ cos 2x നമുക്ക് 2 cos square x minus 1 നോക്കാം. സോ ഇവിടെ നമുക്ക് cos 2x ഉണ്ടല്ലോ. സോ അതിന് നമുക്ക് ഈ റിസൾട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 cos square x minus 1. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു -1 ഉണ്ടല്ലോ, ആ -1 ഡിവൈഡ് ബൈ cos x minus 1. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പിന്നെ cos x എന്താണ് കൊടുക്കാത്തത്? cos x നമുക്ക് 2 cos square x by 2 minus 1 എന്ന് കൊടുക്കത്തില്ലേ എന്ന്. അതിനവിടെ കൊടുക്കണ്ട, നമുക്ക് ഇതിന് മാത്രം ന്യൂമറേറ്ററിൽ മാത്രം കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 cos square x minus 2 -1 എന്ന് പറയുമ്പോൾ -2 divided by cos x minus 1 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ 2 കോമൺ എടുക്കാമല്ലോ. അപ്പോൾ 2 കോമൺ എടുത്തു കഴിയുമ്പോൾ cos square x minus 1 എന്ന് വരുമല്ലോ. ഓക്കെ, ഡിവൈഡഡ് ബൈ cos x minus 1. അപ്പോൾ നോക്കിയാൽ ന്യൂമറേറ്റർ ഈസ് ഇൻ ദ ഫോം ഓഫ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് ലിമിറ്റിന് വെളിയിൽ എടുക്കാം. ദെൻ ഇതിനെ നമുക്ക് cos x മൈനസ് 1 ഇൻറ്റു cos x പ്ലസ് 1 എന്ന് എഴുതാം. ദെൻ ഡിവൈഡഡ് ബൈ cos x മൈനസ് 1. ഓക്കെ, സോ ഇതും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ന്യൂമറേറ്ററിൽ cos x പ്ലസ് 1 മാത്രമായി. സോ 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x പ്ലസ് 1 എന്ന് കിട്ടി. സോ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ 2 ഇൻറ്റു cos 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ്? 1 ആണ്. ദെൻ 1 പ്ലസ് 1 എന്നാണ്. സോ 1 പ്ലസ് 1 2 വരും. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 വരും. ഓക്കെ, ദെൻ ഇനിയിപ്പം ഞാനിവിടെ ഈ മുകളിലുള്ള അതായത് ഈ cos 2x മാത്രമാണ് ഞാൻ 2 cos square x minus 1 എന്ന് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ cos x വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു ഇതുപോലെ 2 cos square x minus 1 എന്നൊക്കെ പറഞ്ഞ്. അതല്ലാതെ നമുക്ക് ഇവിടെ വേറെ റിസൾട്ട്, ഇപ്പൊ സൈൻ സ്ക്വയറിന്റെ റിസൾട്ട് ഒക്കെ ഉണ്ടല്ലോ. അതായത് 1 minus cos 2x എന്ന് പറഞ്ഞാൽ 2 sin square x എന്നൊക്കെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതായത് ഇവിടുന്ന് ഒരു മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വേറെയും മെത്തേഡിലൊക്കെ ഇത് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിപ്പോ എനിക്ക് ചെയ്ത് നോക്കിയതിൽ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് ഇത് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ബിക്കോസ് ഇവിടെ ഈ cos x മൈനസ് 1 നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് പോയിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെങ്ത് ആയി പോയെന്ന പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം സ്റ്റെപ്സ് കുറച്ചിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം 19th one. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x ഇൻറ്റു sec x. അപ്പൊ ഈ sec x നമുക്ക് 1 by cos x എന്ന് എഴുതാം. So this is equal to limit x tends to 0 x into 1 by cos x. Then ഇനി x നമുക്ക് 0 കൊടുക്കാം. So that is equal to അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. 0 divided by cos 0 എന്ന് പറഞ്ഞാൽ that is 1 ആണ്. So 0 by 1 എന്ന് പറഞ്ഞാൽ that is 0 വരും. അപ്പൊ നമുക്ക് 0 by 0 എന്നാണേലാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇത് 0 by 1 എന്നാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ 0 ആണ്. Next question, 20th question. Limit x tends to 0 sin ax plus bx the whole divided by ax plus sin bx. So ഇവിടെ നമുക്ക് sin ax എന്നാണുള്ളത് അല്ലേ. സോ sin ax by ax എന്നാണെങ്കിൽ അതായത് ലിമിറ്റ്
AX tends to 0 sin AX by AX എന്നാണെങ്കിൽ നമുക്ക് അവിടെ 1 കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ BX എന്നൊരു ടേം ഉണ്ട്. നമുക്കിവിടെ ഈ ന്യൂമറേറ്ററിൽ x വെച്ചിട്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 0 sin AX by X പ്ലസ് BX by X. അതായത് ഈ ന്യൂമറേറ്ററിലെ രണ്ട് ടേമിനെയും x വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ നമുക്ക് ഈ x ക്യാൻസൽ ആയി പോകും. ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു എയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് sin AX by AX എന്നുള്ള ഫോമിലും ആകുമല്ലോ. സോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ x വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യുന്നു. AX by X പ്ലസ് sin BX by X എന്ന് ചെയ്യുന്നു. സോ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് x tends to 0 sin AX by X. then ഇവിടെ ഞാൻ ഈ സ്റ്റെപ്പിൽ ഒരു ഇൻറ്റു എ ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു ഡിവൈഡഡ് ബൈ എയും ചെയ്യുന്നു. എന്തിനാണ്? sin AX by AX എന്നുള്ള ഫോമിലാക്കാൻ വേണ്ടി. പ്ലസ് ഇപ്പം ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ഈ എക്സും എക്സും ക്യാൻസലായി കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് ബി മാത്രമേ ഉള്ളൂ. then the whole divided by ഇവിടെ നിന്നും ഈ സ്റ്റെപ്പിൽ നമുക്ക് ഈ എക്സും എക്സും ക്യാൻസലായപ്പോൾ ഇവിടെ എ കിട്ടും. പ്ലസ് ഈ ടൈമിൽ ഞാൻ sin BX ഡിവൈഡഡ് ബൈ നമുക്ക് എക്സ് ഉണ്ട്. then ഇതിൻ്റെ കൂടെ ഒരു ബി, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ബി ആഡ് ചെയ്യുന്നു, ന്യൂമറേറ്ററിലും ഒരു ബി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആഡ് ചെയ്യുമല്ല, ഇവിടെ ഒരു ബി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു ബി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. then ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ x tends to 0 എന്നാണ്. അപ്പം x tends to 0 എന്നാണെങ്കിൽ നമുക്ക് പറ്റുമോ? ഇല്ല, AX tends to 0 എന്നാക്കണം. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ a വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ a വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 തന്നെ കിട്ടും. then അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഈ a എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. സോ ആ കോൺസ്റ്റന്റിനെ നമ്മൾ വെളിയിലെടുക്കുന്നു. then ലിമിറ്റ് AX tends to 0 sin AX divided by AX പ്ലസ് അടുത്തതോ ലിമിറ്റ് AX tends to 0 B. അപ്പോൾ B എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. then ഇവിടെ ഒരു a ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താലും പ്രയോജനം കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ ലിമിറ്റ് x tends to 0 a എന്ന് എടുക്കുന്നു. പ്ലസ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ B യെ നമ്മൾ വെളിയിലെടുക്കുന്നു. then അതുപോലെ ഇവിടെ നമുക്ക് ഏത് ലിമിറ്റാണ് വേണ്ടത്? BX tends to 0 എന്ന് വരണം അല്ലേ. അപ്പോൾ BX tends to 0 പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു B വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമ്മൾ ലിമിറ്റ് BX tends to 0 sin BX divided by BX എന്ന് എടുക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഇവിടെ സൈൻ ലിമിറ്റ് AX tends to 0 sin AX by AX എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് ഇവിടെ നമുക്ക് B കിട്ടും ഡിവൈഡഡ് ബൈ ഇവിടെ a പ്ലസ് ഇവിടെ b ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ 1 ആണ്. സോ b ഇൻറ്റു 1. സോ ദിസ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ നമുക്ക് a പ്ലസ് ബി എന്ന് കിട്ടും, ഡിനോമിനേറ്ററിലും a പ്ലസ് ബി എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21st വൺ. ലിമിറ്റ് x tends to 0 cosec x മൈനസ് cot x. അപ്പോൾ നമുക്ക് ആദ്യം cosec xനെയും cot xനെയും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ലിമിറ്റ് x tends to 0 cosec xനെ നമുക്ക് 1 by sin x എന്ന് എഴുതാമല്ലോ. 1 by sin x മൈനസ് cot xനെ cos x ഡിവൈഡഡ് ബൈ sin x എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവേ. ആദ്യം ഞാനൊരു ഈസി മെത്തേഡ് പറയാം. ലിമിറ്റ് x tends to 0 ഇവിടെ രണ്ടും sin x ആണ് ഡിനോമിനേറ്റർ അല്ലേ. സോ നമ്മൾ sin x എന്ന് എടുക്കുന്നു. ന്യൂമറേറ്റർ ആയി 1 മൈനസ് cos x എന്ന് എടുക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ ഈ ലിമിറ്റ് x നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് x tends to 0 1 മൈനസ് cos x ഡിവൈഡഡ് ബൈ x is equal to 0 എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് x tends to 0 എന്നുണ്ട്, 1 മൈനസ് cos x ഉണ്ട്. ദെൻ ഡിവൈഡഡ് ബൈ ഒരു x മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിവൈഡഡ് ബൈ ഒരു x കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു x വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ മതി അല്ലേ. സോ ഇവിടെ ഞാൻ ഒരു x വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ആ സെയിം ടൈം ഇവിടെ ഒരു x വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഓൾറെഡി നമുക്കിവിടെ ഡിനോമിനേറ്ററിലൊരു sin x ഉണ്ട്. ദെൻ ഈ sin xനെ നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് ഈ x എഴുതാമല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x tends to 0 1 മൈനസ് cos x divided by x into 1 by sin x divided by x. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് x tends to 0 sin x by x എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന്.
അങ്ങനെയാണെങ്കിൽ നമുക്കിനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് cos x divided by x into 1 by limit x tends to 0 sin x by x. Okay, so this is equal to ഇതിന്റെ റിസൾട്ട് എന്താണ്? this is 0 ആണ് into 1 by ഇതിന്റെ റിസൾട്ട് 1 ആണ്. അപ്പോൾ 0 into എന്ത് വന്നാലും നമുക്ക് 0 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് 0 കിട്ടും. then ഇനി ഇതിനെ നമുക്ക് ഒരു രീതിയിലൂടെ ചെയ്യാം. ഇവിടെ 1 മൈനസ് cos x എടുത്തല്ലോ. ഈ 1 മൈനസ് cos x ന് പകരമായിട്ട് നമുക്ക് 2 sin square x by 2 എന്ന് കൊടുക്കാമല്ലോ. നേരത്തെ നമ്മൾ റിസൾട്ട് പഠിച്ചതാണ്. അതായത് ലിമിറ്റ് x ടെൻസ് ടു 0 ഇത് നമ്മൾ ഇങ്ങനെ എഴുതി. then 1 മൈനസ് cos x ഡിവൈഡ് ബൈ sin x എഴുതി. then ഈ സ്റ്റെപ്പിൽ നിന്ന് 1 മൈനസ് cos x ന് 2 sin square x by 2 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ sin x നാണെങ്കിൽ 2 sin x by 2 എന്നും cos x by 2 എന്നും കൊടുക്കും. അപ്പം ലിമിറ്റ് x ടെൻസ് ടു 0 1 മൈനസ് cos x ഡിവൈഡഡ് ബൈ sin x എന്നായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് കൊടുത്തു കഴിയുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 1 മൈനസ് cos x ന് പകരം 2 sin square x by 2 എന്ന് കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ 2 into sin x by 2 cos x by 2. അതായത് ഇത് നമ്മൾ sin 2xന്റെ റിസൾട്ട് കൊടുത്തു ഇവിടെ. ഓക്കെ, ഇവിടെ നോക്കി ഈ 2 ക്യാൻസൽ ആയിപ്പോയി. ഇവിടുത്തെ ഒരു സൈൻ സ്ക്വയർ പോയി, ഇവിടുത്തെ ഒരു സൈൻ സ്ക്വയർ പോയി. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് x ടെൻസ് ടു 0 sin x by 2 ഡിവൈഡ് ബൈ cos x by 2 എന്ന്. ഇനി നമുക്ക് 0 കൊടുക്കാം. അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതായത് sin 0 by 2 എന്ന് പറഞ്ഞാൽ sin 0 വരും. അപ്പൊ sin 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 ആണ്. ഡിവൈഡഡ് ബൈ cos 0 by 2 ദാറ്റ് ഈസ് cos 0. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഏത് രീതിയിൽ വേണം ചെയ്യാം, ആ രീതിയിലും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22nd ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു pi by 2 tan 2x ഡിവൈഡ് ബൈ x മൈനസ് pi by 2. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുന്നു. അപ്പം tan 2 into pi by 2. അപ്പോൾ 2 ക്യാൻസൽ ആയിപ്പോയി tan pi എന്ന് വരും. ഡിവൈഡഡ് ബൈ pi by 2 മൈനസ് pi by 2. pi by 2 മൈനസ് pi by 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ 0 ആയി. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആയാൽ തന്നെ നമുക്ക് 0 കൊണ്ടുള്ള ഡിവിഷൻ ഈസ് നോട്ട് ഡിറ്റർമിനന്റ്. ദാറ്റ് ഈസ് നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയാം അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലാണെങ്കിലോ tan pi എന്ന് പറഞ്ഞാൽ tan പൈയുടെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 0 ആണ്. അങ്ങനെ വന്നാൽ നമുക്ക് 0/0 എന്ന് തന്നെ വരും. സോ ഇറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു pi by 2 tan 2x ഡിവൈഡഡ് ബൈ ഇവിടെ pi by 2 എന്നല്ലേ, ഞാൻ ഈ 2 വെച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2x മൈനസ് pi ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദെൻ ഈ 2നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്ററിൽ കൊണ്ടുവരാമല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു pi by 2 2 into tan 2x divided by 2x minus pi. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ നിന്നൊരു മൈനസ് ഇവിടേക്ക് എടുക്കുകയാണ്. മൈനസ് വെളിയിൽ എടുത്തിട്ട് ഇവിടെ 2x മൈനസ് പൈ എന്നുള്ളതിനെ പൈ മൈനസ് 2x എന്നാക്കുന്നു. ഓക്കെ, സോ ദറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു pi by 2 2 into അപ്പം 2 നമുക്ക് കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ ആ 2നെ നമുക്ക് ലിമിറ്റിന് വെളിയിൽ എടുക്കാം. സോ 2 into ലിമിറ്റ് x ടെൻസ് ടു pi by 2. ദെൻ ഇനി tan 2x ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് ഞാനൊരു മൈനസ് വെളിയിൽ എടുക്കുന്നു. അപ്പോൾ പൈ മൈനസ് 2x എന്ന് വരും. സോ ആ മൈനസ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ആ മൈനസ് നമുക്ക് ഇവിടെ കൊടുക്കാമല്ലോ. ഓക്കെ, സോ -2 എന്ന് വന്നു. ഇനി ഞാൻ ഈ tan 2xനെ മാറ്റിയിട്ട് ടാനിന് നമുക്ക് sin x by cos x എന്നുള്ള റിസൾട്ട് കൊടുക്കാമല്ലോ. സോ ദറ്റ് ഈസ് ഈക്വൽ ടു -2 into ലിമിറ്റ് x ടെൻസ് ടു pi by 2 sin 2x divided by pi minus 2x into 1 by cos 2x നടക്കുന്നു. ഓക്കെ, അതായത് ഈ tan 2xനെ sin 2x divided by cos 2x എന്നുള്ള ഫോമിലോട്ട് മാറ്റി ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. പിന്നെ ഇവിടെ നമുക്ക് pi minus 2x ആണ് അല്ലേ. അപ്പൊ നമുക്ക് റിസൾട്ട് എങ്ങനെ വേണം? sin pi minus 2x divided by pi minus 2x എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് 1 എന്ന് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഈ ന്യൂമറേറ്ററിലും pi minus 2x വരണം. അപ്പൊ ന്യൂമറേറ്ററിൽ pi minus 2x വരാൻ വേണ്ടി എന്ത് ചെയ്യണം?
അപ്പൊ നോക്കുക, ഈ സൈൻ പൈ മൈനസ് 2x എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? പൈ മൈനസ് എന്ന് പറഞ്ഞാല് അപ്പൊ ഇത് പലർക്കും ഡൗട്ടാണ്, എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാ വന്നത്. ഇത് ട്രിഗ്നോമെട്രിയുടെ അലൈഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിച്ചാൽ മാത്രമേ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ പൈ മൈനസ് എന്ന് പറഞ്ഞാല് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റില് സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. ദെൻ പൈ ആയതുകൊണ്ട് ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഒന്നുമില്ല, സൈൻ തന്നെയാണ് വരുന്നത്. സോ സൈൻ 2x എന്ന് വരും. അപ്പൊ നോക്കിയാൽ സൈൻ 2x നമുക്ക് എന്തെന്ന് കൊടുക്കാം? സൈൻ പൈ മൈനസ് 2x എന്ന് തന്നെ കൊടുക്കാം. എന്ത് വെച്ചിട്ട്? ഈ അലൈഡ് ആംഗിളിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് സൈൻ 2xന് പകരം സൈൻ പൈ മൈനസ് 2x എന്ന് കൊടുക്കാമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു ലിമിറ്റ് x ടെൻസ് ടു പൈ ബൈ 2 സൈൻ പൈ മൈനസ് 2x ഡിവൈഡ് ബൈ പൈ മൈനസ് 2x. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു റിസൾട്ട് അറിയത്തില്ലാത്തവർക്ക് അല്ലെങ്കിൽ അലൈഡ് ആംഗിളിന്റെ ഈ ഒരു കോൺസെപ്റ്റ് അറിയത്തില്ലാത്തവർക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. നോക്കി, ഇതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഓക്കെ, ഇൻറ്റു 1 ബൈ കോസ് 2x. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ കോസ് 2xന്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമുക്ക് ലിമിറ്റ് മാറ്റണം അല്ലെ. അപ്പൊ നോക്കി, എക്സ് ടെൻസ് ടു പൈ ബൈ 2. നമുക്ക് എന്താണ് വേണ്ടത്? അതായത് ഇവിടെ ലിമിറ്റ് പൈ മൈനസ് 2x ടെൻസ് ടു 0 എന്നാണെങ്കിൽ മാത്രമേ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പൈ മൈനസ് 2x എന്നാക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്നാണ്. സോ എങ്ങനെ മാറ്റാൻ പറ്റും? അതായത് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് 2x ആണ് വേണ്ടത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ. 2x അല്ല, -2x ആണ്. സോ -2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ ഇവിടെയും -2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഈ 2 ക്യാൻസൽ ആയി. സോ -2x ടെൻസ് ടു -π എന്ന് കിട്ടുന്നു. പിന്നെ ഇനി എന്താണ് വേണ്ടത്? പൈ മൈനസ് ആണ് വേണ്ടത്. സോ അതായത് ഒരു പൈ ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നു, സെയിം ടൈം ഇവിടെ ഒരു പൈ ആഡ് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് പൈ മൈനസ് 2x ടെൻസ് ടു -π പ്ലസ് π എന്ന് പറഞ്ഞാൽ 0 വരും. ഓക്കെ, സോ നമുക്ക് ലിമിറ്റ് പൈ മൈനസ് 2x ടെൻസ് ടു 0 സൈൻ പൈ മൈനസ് 2x ഡിവൈഡ് ബൈ പൈ മൈനസ് 2x ഇൻറ്റു 1 ബൈ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ x ടെൻസ് ടു പൈ ബൈ 2 എന്നുള്ള ലിമിറ്റ് കൊടുത്താൽ മതി. ലിമിറ്റ് x ടെൻസ് ടു പൈ ബൈ 2 കോസ് 2x. സോ ദിസ് ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു ഇതിന്റെ റിസൾട്ട് എന്താണ്? 1 ആണ്. ഇൻറ്റു 1 ബൈ കോസ് 2 ഇൻറ്റു പൈ ബൈ 2. സോ 2 ക്യാൻസൽ ആയിപ്പോയി. ദെൻ കോസ് പൈ എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? ഇറ്റ് ഇസ് -2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു 1 ബൈ കോസ് പൈ എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് -1 ആണ്. സോ -2 ഇൻറ്റു -1 ദറ്റ് ഈസ് ഈക്വൽ ടു +2. സോ +2 ഇസ് ദ ആൻസർ. അപ്പൊ ചിലർക്ക് ഈ കോസ് പൈയുടെ വാല്യൂ അറിയത്തില്ലായിരിക്കും അല്ലെ. അപ്പൊ കോസ് പൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ പഠിച്ചു വെച്ചേക്കുക. ഇനിയിപ്പോ കോസ് പൈയുടെ വാല്യൂ അറിയത്തില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്ക് കോസിനെ 90 പ്ലസ് 90 അല്ലെങ്കിൽ 90 പ്ലസ് തീറ്റ, പൈ എന്ന് പറഞ്ഞാൽ 180 ആണല്ലോ. സോ നമുക്ക് കോസ് 90 പ്ലസ് 90 എന്ന് എഴുതാമല്ലോ. അപ്പം 90 പ്ലസ് തീറ്റ, അപ്പൊ ഇതിനെ നമ്മൾ തീറ്റ എന്ന് എടുക്കുന്നു. അപ്പൊ 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിൽ വരും? 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിലെ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. ദെൻ 90 ആയതുകൊണ്ട് ചേഞ്ച് ഉണ്ട്, സൈൻ ആയി, സൈൻ 90 വന്നു. സോ മൈനസ് ഓഫ് സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? സൈൻ 90 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1 ആണ്. സോ -1 വന്നു. അങ്ങനെയാണ് നമുക്ക് കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കോസ് പൈയുടെ വാല്യൂ അറിയത്തില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇനിയുള്ള അടുത്ത പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് ആണ്, അതായത് എക്സിസ്റ്റൻസ് ഓഫ് എ ഫംഗ്ഷൻ. അത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സിസ്റ്റൻസ് ഓഫ് എ ഫംഗ്ഷൻ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യും.